കേരളത്തിലെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ച ഒന്നാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും IT സംരംഭകയുമായ വീണയെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED കൊച്ചി ഓഫീസിൽ വെച്ച് 9 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതോടെ ഈ കേസ് അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു സ്വകാര്യ കരിമണൽ കമ്പനിയും മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ IT സ്ഥാപനവും തമ്മിൽ നടന്ന പണമിടപാടുകൾ കേവലം ഒരു ബിസിനസ് തർക്കത്തിനപ്പുറം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിലേക്ക് എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണമാണിപ്പോൾ നടക്കുന്നത്. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയും വീണയുടെ ഉടമസ്ഥതയിലുള്ള ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് ഈ കേസിന് ആധാരം. 2017 മുതൽ 2020 വരെയുള്ള 3 വർഷത്തെ കാലയളവിൽ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL 1.72 കോടി രൂപ നൽകിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. IT സേവനങ്ങളും സോഫ്റ്റ്വെയർ സഹായവും നൽകിയതിലുള്ള പ്രതിഫലമായാണ് ഈ തുക കൈമാറിയതെന്നാണ് എക്സാലോജിക്കിൻ്റെയും CMRLൻ്റെയും വാദം. എന്നാൽ ആദായനികുതി തർക്കപരിഹാര ബോർഡിൻ്റെ കണ്ടെത്തലുകളാണ് ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതും വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടതും. ആദായനികുതി ബോർഡിൻ്റെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. CMRL കമ്പനിക്ക് എക്സാലോജിക് സൊല്യൂഷൻസിൽ നിന്ന് യാതൊരുവിധ IT സേവനങ്ങളും ലഭിച്ചിട്ടില്ല. സേവനങ്ങൾ ലഭിക്കാതെയാണ് ഇത്രയും വലിയ തുക മാസപ്പടിയായി വീണയ്ക്കും അവരുടെ കമ്പനിക്കും കൈമാറിയത്. പ്രമുഖ വ്യക്തികളുമായുള്ള ബന്ധം മുൻനിർത്തി നൽകിയ ഈ തുക നിയമവിരുദ്ധമായ ഇടപാടുകളുടെ പരിധിയിൽ വരുന്നു. SFIO മുതൽ ED വരെ ആദായനികുതി ബോർഡിൻ്റെ ഈ നിർണായക കണ്ടെത്തലുകൾ പുറത്തു വന്നതോടെ വിഷയം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലെത്തി. കമ്പനി നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും സാമ്പത്തിക ക്രമക്കേടുകളും പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര മന്ത്രാലയം ഈ കേസ് SFIOയ്ക്ക് കൈമാറി. SFIO നടത്തിയ വിപുലമായ അന്വേഷണത്തിൽ ഇരു കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഡിജിറ്റൽ രേഖകൾ, മിനിറ്റ്സ് ബുക്കുകൾ എന്നിവ വിശദമായി പരിശോധിക്കുകയും കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് യഥാർത്ഥ സേവനം നൽകാതെ കൈപ്പറ്റിയ ഈ കോടിക്കണക്കിന് രൂപ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് ചൂണ്ടിക്കാട്ടി ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേസിൽ രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളാണ് നടക്കുന്നതെന്നും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഭാഗം കോടതികളെ സമീപിച്ചെങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോകാനായിരുന്നു നിയമപരമായ ഉത്തരവുകൾ. തുടർന്ന് കേസിൽ ശക്തമായ തുടരന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതോടെയാണ് ED നടപടികൾ വേഗത്തിലാക്കിയത്. വീണയുൾപ്പെടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള 8 പേർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകി. ജൂൺ 29 ഹാജരാകാമെന്ന് വീണ അറിയിച്ചിരുന്നെങ്കിലും EDയുടെ കർശനമായ നിർദ്ദേശത്തെ തുടർന്ന് അതിനു മുൻപ് തന്നെ അവർക്ക് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകേണ്ടി വന്നു. രാവിലെ 9:30 കൊച്ചിയിലെ ED ഓഫീസിലെത്തിയ വീണയെ 10:30 ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. വൈകിട്ട് വരെ നീണ്ടുനിന്ന 9 മണിക്കൂറിലധികം വരുന്ന മാരത്തോൺ ചോദ്യം ചെയ്യലിൽ പണമിടപാടുകളുടെ കൃത്യമായ സ്രോതസ്സും എക്സാലോജിക് കമ്പനി നൽകിയെന്ന് പറയപ്പെടുന്ന സേവനങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും ED ആവശ്യപ്പെട്ടതായാണ് വിവരം. കേസിൽ ഇതുവരെ വീണ ഉൾപ്പെടെ 7 പേരെയാണ് ED ചോദ്യം ചെയ്തിട്ടുള്ളത്. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് EDക്ക് ഏറ്റവും വലിയ ആയുധമായി മാറിയത് SFIO ശേഖരിച്ച നിർണായക തെളിവുകളായിരുന്നു. കൊച്ചിയിലെ കമ്പനികാര്യ കോടതിയിൽ ED നൽകിയ പ്രത്യേക അപേക്ഷയെ തുടർന്ന് SFIOയുടെ കുറ്റപത്രത്തിലെ 134 ഡിജിറ്റൽ ബാങ്ക് രേഖകൾ EDക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടു. ഈ രേഖകൾ EDക്ക് കൈമാറുന്നതിനെതിരെ CMRL ശക്തമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും കോടതി അവ പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു. പണമിടപാടുകാരുടെ റൂട്ട് മാപ്പ്, ഇമെയിൽ സന്ദേശങ്ങൾ, കമ്പനികൾ തമ്മിലുള്ള കരാറുകാരുടെ പൊരുത്തക്കേടുകൾ എന്നിവയടങ്ങിയ ഈ 134 രേഖകൾ മുൻനിർത്തിയാണ് ED വീണയെ വിശദമായി ചോദ്യം ചെയ്തത്. പല ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി നൽകാതിരുന്നതിനാൽ വീണയെ വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിച്ചേക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ വൻ അഴിമതിയാണിതെന്ന നിലപാടിലാണ് ഭരണപക്ഷം. പണം കൈപ്പറ്റിയതിന് പകരമായി CMRL കമ്പനിക്ക് ഭരണതലത്തിൽ എന്തൊക്കെ സഹായങ്ങൾ ലഭിച്ചു എന്നതിനെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും 2 കമ്പനികൾ തമ്മിൽ നിയമപരമായി നടത്തിയ ബിസിനസ് ഇടപാടുകളെ രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ വേട്ടയാടാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണിതെന്നും അവർ ആരോപിക്കുന്നു.
മാസപ്പടി കേസ് കേവലം ഒരു സാമ്പത്തിക ഇടപാടിന്റെ തർക്കമല്ല, മറിച്ച് ഉയർന്ന രാഷ്ട്രീയ ഭരണ സ്വാധീനങ്ങളുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. 134 നിർണായക രേഖകളുടെ പിൻബലത്തിൽ ഇഡി നടത്തുന്ന ഈ അന്വേഷണം വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായ നടപടികളിലേക്ക് നീങ്ങിയേക്കാം. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ഈ സാമ്പത്തിക വിവാദം കനത്ത ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതും ഉറപ്പാണ്.